കേരള ഹെറിറ്റേജ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു കൊഴുവ കൊണ്ടുള്ളൊരു ഉപ്പേരി ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: കൊഴുവ, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വേപ്പില, ചെറിയ വെച്ച തേങ്ങ, കുടപ്പുളി. ഇനി നമുക്ക് തീ പിടിപ്പിച്ചിട്ട് ഒരു കടായി വെച്ച് കൊടുക്കാം. നമ്മുടെ മൺചട്ടിയാണ് ഉദ്ദേശിച്ചത്. അതിലേക്ക് കഴുകി വച്ചിരിക്കുന്ന കൊഴുവ, അല്ലെങ്കിൽ നത്തോലി എന്നും പറയും. ഇതൊരു 200 ഗ്രാം ഉണ്ട്. അതിലേക്ക് കുറച്ച് എരിവുള്ള മുളകാണ്. അപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പീര വയ്ക്കുമ്പോൾ ഇത്തിരി മഞ്ഞ കളറൊക്കെ വേണേ. പിന്നീട് അതിലേക്ക് ഒരു കഷ്ണം കുടപ്പുളി ചീന്തിയിടാനേ. പച്ചമുളക്, ഒരു വലുതും 2 ചെറുതും. കുറച്ച് വേപ്പില. പിന്നെ ഈ വലിപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ്. അതിൻ്റെ പകുതി ഞാൻ അരിഞ്ഞു വെച്ചു. ഈ പകുതിയും കൂടി അരിഞ്ഞു വെച്ചു. എത്രയാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ വെച്ചത്. അപ്പോൾ ഇഞ്ചിയും കൂടി ചേർത്ത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം. അധികം വെള്ളമാവാൻ പാടില്ല, കാരണം ഇങ്ങനെ ഡ്രൈ ആയിട്ട് വെച്ചാൽ അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പുപൊടി. ഇനി ഒന്ന് തിളച്ച് നല്ലോണം വേവട്ടെ. ഞാൻ ആദ്യമായിട്ട് പീര കഴിച്ചത് തേക്കടിയിൽ പോയപ്പോഴാണ്. തേക്കടി എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് എല്ലാവരും ഒരുമിച്ച് പോയതാണ്. അപ്പോൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ ടേസ്റ്റ് നോക്കി നല്ല ടേസ്റ്റ് തോന്നി. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് അതുപോലെ ഉണ്ടാക്കി തന്നു. നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെക്കാറുണ്ട് കേട്ടോ. എന്നാലിപ്പോൾ നിങ്ങളെന്നും എൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. ഒരു ഇതൊക്കെ തിളച്ച് വേവാറായിട്ടുണ്ട്. എന്നാലൊന്ന് വെന്ത് മുള്ള് വിടുന്നതുണ്ട്. അതാണ് അതിൻ്റെ പാകം. നല്ല വേപ്പിലയുടെ ഇതിനൊക്കെ മണം വരുന്നുണ്ട്. ഞാൻ ഉപ്പൊക്കെ നോക്കി. ഉപ്പൊക്കെ ഉണ്ടെന്നാലും കുറച്ചും കൂടി ഇടാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇനി തേങ്ങ ചേർക്കേണ്ടതല്ലേ. അപ്പോൾ ലേശം ഉപ്പും കൂടി. വെള്ളം വറ്റട്ടെ.
വറ്റി റെഡി ആയിട്ട് ഇനി ഇതിലേക്ക് പീര പീര നമ്മൾ ഒതുക്കിയിടാറുന്ന സാധാരണ, അത് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടേ വളരെ ചെറിയ രീതിയിൽ കിട്ടും. ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് വരുന്നു. ഒരു 2 ടേബിൾ ടീസ്പൂൺ, 2 ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ ടീസ്പൂൺ വെളിച്ചെണ്ണ. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ശരിക്കും പീര തന്നെ. മീൻ പീര. ഞാൻ അതിനൊരു ടേസ്റ്റ് ഒക്കെ കൊണ്ടു. നല്ല ടേസ്റ്റ്. അല്ലെങ്കിൽ ഒരു തരി ഉപ്പ് ചേർക്കാം. ചിലർക്ക് ഉപ്പ് അധികം വേണം, തരി, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. അത് വളരെ സ്വാദിഷ്ടമായൊരു മീൻ പീരയാണ്. എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. എന്നാലും ഞാൻ യൂട്യൂബ് ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് നിങ്ങളെ ഈ റെസിപ്പി ഒന്ന് കാണിച്ചു തരുന്ന ഒരു ആഗ്രഹം തോന്നി. പിന്നെ തുടക്കമായതുകൊണ്ട് പറയുന്നൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവാം, ക്ഷമിച്ചേക്കണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് പകർത്താം. ഇങ്ങനെ മീൻ പീര റെഡിയായി.